ഹലോ, എല്ലാവർക്കും വേദനി പൈസ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒമാനിലെ മസ്കറ്റിലാണുള്ളത്. ഓണാഘോഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 3 ദിവസത്തെ ലീവ് അടുപ്പിച്ച് കിട്ടിയതുകൊണ്ട് നമ്മൾ നേരെ മസ്കറ്റിലേക്ക് പോന്നു. മസ്കറ്റിൽ നമ്മുടെ ഫ്രണ്ട് ഫാമിലി താമസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നേരെ അവരുടെ അടുത്ത് വന്നു. കാരണം കുറേ നാളായിരുന്നു അവരെ കണ്ടിട്ട്. അപ്പോൾ അവരുടെ അടുത്ത് വന്ന് ഇവിടെ നിന്ന് 2 ദിവസം ഇവിടെ നിന്ന് ഒമാനൊക്കെ ഒന്ന് മസ്കറ്റൊക്കെ ഒന്ന് ചുറ്റി കാണാനായിട്ട് ഇറങ്ങിയതാണ്. ഇവരുടെ ഫ്ലാറ്റ് 2 ബെഡ്റൂമാണ്. എല്ലാ തരം ഫെസിലിറ്റി ഉണ്ട്. സ്റ്റോർ റൂം, 2 വാഷ്റൂം, പിന്നെ ചെറിയ ചെറിയ പാസേജസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു ഇവിടെ എത്രയാണ് റെൻ്റ് എന്നൊക്കെ ചോദിച്ചു. നമ്മളും ഇവിടെ 2 ബെഡ്റൂം ആണല്ലോ. അവർക്കപ്പോൾ നോക്കുമ്പോൾ 1700 ദറംസേ ഉള്ളൂ. പക്ഷേ നല്ല ഫെസിലിറ്റി ഉണ്ട്. നമ്മളുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റെൻറ്റ് 5000 ആണ്. അപ്പോൾ അത്രയും റെൻറ്റിൻ്റെ വ്യത്യാസമുണ്ട് നമുക്ക് അവിടെ ഇവിടെയായിട്ട്. അപ്പോൾ നമുക്ക് അവരോട് ചോദിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാം. അപ്പോൾ സജേഷേ, നീ കുറെ നാള് ദുബായിലില്ലായിരുന്നോ? അത് കഴിഞ്ഞപ്പോ ഇവിടെ, പിന്നെ ബഹ്റൈനില്, മാറി മാറി ഖത്തറിലൊക്കെ മാറി ജോലി ചെയ്താണ്. പിന്നെ ഓഡിറ്റിംഗ് ആയതുകൊണ്ട് എന്തായാലും ചെലവ് വരവ് കണക്കുകളെ കുറിച്ച് അവന് നല്ല നിശ്ചയം ഉണ്ടാവും. അതുകൊണ്ട് എങ്ങനെയാണ് ദുബായിലെ ലൈഫും ഇവിടുത്തെ ലൈഫുമായിട്ട് എങ്ങനെ വ്യത്യാസം? ലൈഫ് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ കാം ആൻഡ് ക്വയറ്റ് ലൈഫാണ്. അതാണ് മെയിൻ ആയിട്ട്. നമ്മളിപ്പോ ദുബായിലെ ട്രാഫിക്കും അതുപോലെ തന്നെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു കാം ആൻഡ് ക്വയറ്റ് അന്തരീക്ഷമാണ്. ഫാമിലി ലൈഫിന് ഏറ്റവും നല്ല ഒരു സ്പേസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ ഈ നിത്യ പറഞ്ഞ പോലെ ദുബായ്, ബഹ്റൈൻ, ഖത്തർ ഇവിടെയൊക്കെ താമസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എക്സ്പെൻസിന് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ മന്ത്ലി എക്സ്പെൻസ് ദുബായിലേക്കാൾ എത്രയോ കുറവാണ് നമുക്കിവിടെ. റെൻറ്റിൻ്റെ കാര്യം നിത്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യമാണെങ്കിലും ദുബായിലേക്കാൾ കുറവാണ് നമുക്ക്. പിന്നെ ഈവനിങ്ങിൽ സ്പെൻഡ് ചെയ്യാനുള്ള ഇപ്പം നമ്മൾ പാർക്കിൽ പോവുകയാണെങ്കിലും ബീച്ചിൽ പോവുകയാണെങ്കിലും ദുബായിൽ കൂടുതൽ പാർക്കുകളിൽ നമ്മൾ ഫീ കൊടുത്തിട്ടാണ് എൻട്രി ഉള്ളത്. ഇവിടെ ആ ഒരു സിസ്റ്റം കുറവാണ്, വളരെ കുറവാണ്. ഫീ കൊടുത്ത് എൻ്റർ ചെയ്യുന്ന പാർക്കുകൾ ഇല്ലാന്ന് തന്നെ പറയാം, ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. അതുപോലെ തന്നെ നമുക്കിപ്പം ഫുഡിൻ്റെ എക്സ്പെൻസ് നോക്കുകയാണെങ്കിലും നമുക്ക് കുറവാണ്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ സാലറി കമ്പയർ ചെയ്യുമ്പോൾ ദുബായിലുള്ള അത്ര തന്നെ അതേ സാലറിയാണ് ഇവിടെ കിട്ടണമെന്നില്ല. അപ്പോൾ ഞാൻ ദുബായിൽ വർക്ക് ചെയ്ത് അതേ വർക്ക് ഇവിടെ ചെയ്യുന്ന സമയത്ത് അതേ സാലറിയാണ് കിട്ടണമെന്നില്ല. പക്ഷെ നമ്മൾ എക്സ്പെൻസ് വെച്ച് മാച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അതിനേക്കാളും ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ബാലൻസ് എന്തെങ്കിലും വെക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ MNCs ദുബായിലുള്ള അത്ര MNCകൾ ഇവിടെ ഇല്ല. ഇപ്പം നിങ്ങൾ ഈ ബിൽഡിംഗ് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു 8 നിലയാണ് മാക്സിമം ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതിവിടെ കുറേ ഏരിയകളുണ്ടല്ലോ. അപ്പോൾ ആ ഏരിയ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പരത്തി എടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. നമ്മൾ ഹൈറ്റ് കൂട്ടുന്നതിന് പകരം നമ്മൾ വിസ്തൃതി കൂട്ടി എടുക്കുന്ന കൺസെപ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി, എല്ലാ 8 നിലകളാണ് ബിൽഡിംഗ് ഉണ്ടാവുക. ഷെറാട്ടൺ മാത്രമേ അതിൽ കൂടുതലുള്ള ഒരു ബിൽഡിംഗ് ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ബാക്കി എല്ലാ ബിൽഡിംഗും മാക്സിമം 8+1 ആണ്. ദുബായിലെ പോലെ 153, 62, 55 ഒക്കെ ഉള്ള നിലകൾ ഇവിടെ ഇല്ല. അത് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ദുബായില് നമ്മൾ ഈ മാർക്കറ്റിലൊക്കെ പോകുമ്പോ ഒമാൻ എഗ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ കുറെ പ്രോഡക്ട്സ് ഒമാൻ്റെ ഉണ്ട്. നമുക്ക് ഫ്ലോർ ആണെങ്കിലും വീറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ചീര ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലൊക്കെ ഇവിടുന്ന് വരുന്ന ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്. ഈവൺ നിങ്ങൾ കഴിക്കുന്ന മത്തി പോലും ചിലപ്പോൾ ഒമാൻ മത്തി ഇഷ്ടംപോലെ നിങ്ങൾക്ക് അവിടെ കിട്ടാറുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്പെൻസ് പറയാനുള്ള വേറൊരു ഇതെന്ന് വെച്ചാൽ ഇവിടെ ഓപ്പൺ മാർക്കറ്റ്സ് ഒരുപാടുണ്ട്. നമ്മൾ ഈ ദുബായിൽ പോലെ ലൈസൻസ് എടുത്ത് ക്ലോസ്ഡ് മാർക്കറ്റ് അല്ലല്ലോ, ഓപ്പൺ മാർക്കറ്റാണ്. നമുക്ക് അവിടെ പോയിട്ട് വില കുറച്ച് പച്ചക്കറിയും മീനും ഒക്കെ ഫ്രഷ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാം. ഇന്ന് വരുന്ന പച്ചക്കറി ഇന്ന് വരുന്ന മീനും എന്നുള്ള രീതിയിൽ ഫ്രഷ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാനുള്ള ഒരു ഇതാണ്. അപ്പം ആളുകൾ തന്നെ പോയിട്ട് വാങ്ങിക്കണം എന്നില്ല. അത് കുറെ എല്ലാ ഏരിയയിലും ഓരോ ഏരിയയിലും അതെ ഇത് റെന്റില്ലല്ലോ അവർക്ക്. ഓരോ ഏരിയയിലും നമ്മൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പോകുന്ന വഴിക്കൊക്കെ കാണാൻ പറ്റും ഈ മാർക്കറ്റിൽ. എല്ലാ അവിടെയാണെങ്കിലും നിങ്ങൾക്ക് ജീവനിലെ കോഴി അടക്കം കിട്ടും ആ മാർക്കറ്റിൽ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കോഴി ഉണ്ടാവും, മുട്ട ഉണ്ടാവും. പുതുതായിട്ട് കാറ്റിൽ മാർക്കറ്റ് പുതുതാണ് എനിക്കറിയില്ല. അവിടെ ഇങ്ങനെ മുട്ടയും ആടിനെ അങ്ങനത്തെ നമുക്ക് കാണാൻ പറ്റുന്ന കാറ്റിൽ മാർക്കറ്റ് ഇവിടെ വേറെ ഉണ്ട്. അത് വലിയതായിട്ട് തന്നെ വേറെ ഗവൺമെന്റിന്റെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഇതുണ്ട്. ഇത് ചെറിയ ചെറിയ ആൾക്കാർ നടത്തുന്ന ഇതുണ്ട്. പിന്നെ ജോബിന്റെ ഇത് പറയുമ്പോൾ ഇപ്പം ഒമാനൈസേഷന്റെ പെർസെന്റേജ് ഓരോ ഏരിയയിലും ഒമാനൈസേഷൻ്റെ പെർസെൻറ്റേജ് കൂട്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ചില ഏരിയകൾ ഇപ്പോൾ അടുത്തായിട്ട് ചെയ്തത് ഫാർമസിസ്റ്റുകളിലാണ്. അവർ ഒമാനൈസേഷൻ 70% ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓഡിറ്റ് ഫീൽഡിലേക്ക് വരുന്നുണ്ട്. പിന്നെ പുതിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഓതൻറ്റൈസേഷന് വേണ്ടിയിട്ട് അവർ ഒരു ഇത് ചെയ്തിരുന്നത്, പുതിയൊരു സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് ഇഷ്യൂ ചെയ്യുന്ന രീതി. നമ്മളെ സർട്ടിഫിക്കറ്റൊക്കെ വെച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊരു ഇവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അത് ഈ പറഞ്ഞ ഒരു 12-18 പ്രൊഫഷണൽ
സർട്ടിഫിക്കറ്റ്സ് അതിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഓരോ എഞ്ചിനീയറിംഗ് ആയി അക്കൗണ്ട്സിൻ്റെ തന്നെ ഒരു 12 വേർഷനോ 18 വേർഷൻ ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ജോബ് വെച്ചിട്ടാണ് 12 പിന്നെ എഞ്ചിനീയറിംഗിൻ്റെ വേറെ വേർഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ആ രീതിയിലേക്ക് ഓൺലൈനിൽ നിന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഒമാനിൽ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെൻസ് കുറവാണ് ഒന്ന്, രണ്ടാമത് ട്രാഫിക് കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്. അതിൻ്റെ ഒരു ഇതുണ്ട്. കാരണം ഈ 7 വർഷത്തോളം ദുബായിൽ ജീവിച്ച എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത്, ബുദ്ധിമുട്ടായി തോന്നിയത് ട്രാഫിക് തന്നെയാണ്. ഞാൻ ഡ്രൈവ് ചെയ്യാറില്ലെങ്കിലും കൂടി ഇപ്പം മെട്രോയിൽ ആണെങ്കിൽ തന്നെ ഭയങ്കര ട്രാഫിക്കാണ്, ഭയങ്കര റഷാണ് മെട്രോയിൽ. നമ്മൾ വരുന്ന സമയത്ത് ഭയങ്കര റഷാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു അതിനേക്കാളും കൂടിയിട്ടുണ്ടായിരുന്നു. ദുബായ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അതാണ് ഭയങ്കര കാമാണ്. സ്കൂളുകളുടെ എനിക്ക് തോന്നുന്നത് ദുബായിനേക്കാളും കുറച്ചുകൂടി കുറവായിരിക്കാണ് സാധ്യത. കാരണം ഇവിടെ 70-75 റിയാലൊക്കെയാണ് ട്യൂഷൻ ഫീ വരുന്നത്, ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ അതിൽ കുറവുള്ളതുണ്ട് 55-60 ആ റേഞ്ച്, അത് ഓരോ ഏരിയനുസരിച്ചിട്ടാണ്. സ്കൂളുകൾ ഇവിടെ ഇപ്പോൾ മസ്കറ്റിലാണെങ്കിൽ ഒരു 3-4 സ്കൂളുകൾ അടുത്തായിട്ട് നമുക്ക് ചുറ്റും തന്നെ ഒരു 3 സ്കൂളുകളുണ്ട്. ഇവിടെ റൂബിയിൽ ഒരെണ്ണമുണ്ട്, റൂബിയിൽ 2 ഉണ്ട്. പിന്നെ ബൗഷർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ട്. ഇവിടെ ഗുബ്രയിൽ ഒരെണ്ണമുണ്ട്. സ്കൂളുകൾ അവൈലബിലിറ്റി ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സീബിൽ ഒരെണ്ണമുണ്ട്. അവൈലബിലിറ്റി ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ സ്കൂളിൽ ചേർക്കലും കാര്യങ്ങളൊക്കെ ആ ഏജും കാര്യങ്ങളൊക്കെ കുറച്ച് ലിബറലായിരുന്നു. അല്ല കുറച്ചുകൂടി ലിബറലായിരുന്നു മുന്നേ ഇവിടെ. അത് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. അതൊരു ഇതാണ്. ഇപ്പം വേറെ സ്കൂളുകളിൽ കറക്റ്റ് 4 വയസ്സ് മാർച്ച് 31 പൂർത്തിയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സ്കൂളിലേക്ക് ചേരാൻ. അത് ആദ്യമേ ദുബായിലും സ്ട്രിക്റ്റ് ആയിരുന്നു. ഇതാണ് ലൈഫ് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പോയതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും കൂടുതലും നിൽക്കണം എന്ന് ആഗ്രഹമുള്ളതും ഒമാനിൽ തന്നെയാണ്. പിന്നെ വേറെ നമുക്ക് എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ എല്ലാ വീക്കെൻഡിലും നമ്മൾ ഇപ്പം വിന്റർ സീസൺ തുടങ്ങി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ വീക്കെൻഡിലും നമുക്ക് 1-2 ഫ്രീ പ്രോഗ്രാംസ് കിട്ടും. അത് സെലിബ്രിറ്റീസുകൾ വരുന്നുണ്ട്, ഇവിടുത്തെ ആൾക്കാർ പരിപാടി അവതരിപ്പിക്കുന്നതുണ്ട്. എങ്ങനെയാണ് നമുക്ക് 1-2 ഫ്രീ പ്രോഗ്രാംസ് കിട്ടും. അപ്പോൾ ഇന്നിപ്പം ശനിയാഴ്ച ആണെങ്കിൽ കൂടി ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്. സാധാരണഗതിയിൽ വെള്ളിയാഴ്ചകളാണ് ഉണ്ടാവുക. ഇന്നിപ്പോൾ ശനിയാഴ്ച ആണെങ്കിൽ കൂടി ഇന്നൊരു പ്രോഗ്രാം അൽഫലജ് എന്നാണ്. അവിടെ ഏകദേശം 2000 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന സ്റ്റേജ് ഒരു ഫ്രീ പ്രോഗ്രാമാണ്. ഇന്നലെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ വീക്കെൻഡിൽ ഉണ്ടായിരുന്നു, വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഇന്നലെ ഓണസദ്യ ആയിരുന്നു തോന്നുന്നു അവിടെ. അപ്പം ഓരോ അസോസിയേഷൻ ഒരുപാട് മലയാളി അസോസിയേഷൻസ് ഉണ്ട്. ഒരുപാട് മലയാളി അസോസിയേഷൻ ഉണ്ട്. ഞാനും ഒരു മലയാളി അസോസിയേഷൻ്റെ ഭാഗമാണ്. പ്രചോദന മലയാളി അസോസിയേഷൻ എന്നിട്ട് അതിൻ്റെ ഭാഗമാണ് ഇവിടെ. അതുപോലെ തന്നെ ഒരുപാട് മലയാളി അസോസിയേഷൻ ഉണ്ട്. കണ്ണൂർ കണക്ട് എന്നിട്ട് നമ്മളെ കണ്ണൂരിന്റെ ഒരു കൂട്ടായ്മയുണ്ട്. അതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇത്, ഈ കാണുന്ന സർട്ടിഫിക്കറ്റ്. അതാണത്. വൈഫ് നീതു ആണ്, അവള് ഡാൻസ് ഒക്കെ കളിക്കുന്നതാണ്. അപ്പൊ അവർക്ക് അതിന്റെ ഇതില് ഒരു ഗ്രൂപ്പ് ഉണ്ട്, ടീം പാർവണ എന്ന് പറഞ്ഞിട്ട്. ടീം പാർവണയില് മെയിൻ ആളാണ് കേട്ടോ. ഇവരുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന ആളാണ് ഞാന്. അല്ലേ നീതു? ഇവർ തമ്മിലൊരു കൊടുക്കൽ വാങ്ങലുണ്ട്. അതുകൊണ്ട് ഇവരുടെ ഫ്രണ്ട്സിനെ ഒക്കെ എനിക്കറിയാം. ഇവരുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഭയങ്കര ആത്മാർത്ഥമായ ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബായിട്ടുള്ള ഒരു ടീം ഉണ്ട്. നമ്മളൊരു ടീം പാർവണ എന്നിട്ട് ഇവരെപ്പോഴും ലൈവ് ആയിരിക്കും. ഒമാനിൽ വന്നിട്ട് കിട്ടിയ വീക്കെൻഡുകളിൽ നമ്മള് എല്ലാ വീക്കെൻഡിലും മിക്കവാറും കൂടാറുണ്ട്. അപ്പൊ നമുക്ക് ഒമാനിൽ വന്നിട്ട് കിട്ടിയ ഏറ്റവും വലിയൊരു ഗ്രൂപ്പാണ്. അതൊരു 8 ഫാമിലി ഉള്ളൊരു ഇതാണ്. ദുബായ് വിട്ട് വരുന്ന സമയത്ത് നല്ലൊരു സങ്കടം, നിത്യ പോലത്തെ ആൾക്കാർ ഇവിടെ ഇല്ല എന്നുള്ളതായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ അതുപോലെ സന്തോഷം കിട്ടിയിട്ടില്ല. അല്ല എന്നാലും നിത്യ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ദുബായിൽ വന്നിരുന്നത്. അപ്പൊ തിരിച്ചു പോകുമ്പോ തന്നെ നിത്യ തിരിച്ച് ദുബായിലേക്ക് പോയി. അങ്ങനെയാണ് ഇവള് പിന്നെ ദുബായിൽ വന്നത്. പിന്നെ അവിടെ അനു ഉണ്ടായിരുന്നു, ലിജുവിന്റെ വൈഫ്. അതുപോലെ ജിയുടെ വൈഫ്. വേദികളുണ്ട്. സാധാരണ എല്ലാവർക്കും പറയും GCCയിൽ ഓണപരിപാടി ലേറ്റ് ആവുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ലേറ്റ് ആവുന്നത് കൂടുതൽ ഓണപരിപാടികൾ ഒന്നുകിൽ ഒമാൻ പ്ലസ് സൗദി ആയിരിക്കണം ഏറ്റവും കൂടുതലുള്ളത്. കാരണം സൗദിയിൽ ഞാൻ ഈ വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് അസോസിയേഷൻ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്. പക്ഷെ ഒമാനിൽ വന്നിട്ടാണ് ഇത്രയും മലയാളി അസോസിയേഷൻ GCCയിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് വേറൊരു ഇതെന്ന് വെച്ചാൽ ദുബായിൽ നമ്മൾ പോയ പരിപാടികളൊക്കെ പൈസ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ടൊക്കെയാണ് പോയിരിക്കുന്നത്. പക്ഷെ ഒമാനിൽ വളരെ റയറസ്റ്റ് പരിപാടിക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് പോയത്. അതും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ അസോസിയേഷനിലുള്ള ആൾക്കാരൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അസോസിയേഷനിലുള്ള ആൾക്കാർ. ഇപ്പം ഹരിപ്പാട് അസോസിയേഷൻ ആലപ്പുഴയാണ്, അത് നമുക്ക് പരിചയക്കാരുണ്ട്. അപ്പോൾ അവരെ പ്രോഗ്രാമിന് വിളിക്കും.
കാസർഗോഡ് നന്മ കാസർഗോഡ് എന്നിട്ടൊരു പ്രോഗ്രാം ഇതുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മളെ വിളിക്കും. ഒരു കണക്ഷൻ ഉണ്ട്. കോട്ടയം അസോസിയേഷന്റെ പരിപാടിക്ക് നമ്മൾ പോയിട്ടുണ്ട്. അപ്പൊ എല്ലാ പരിപാടിക്കും നമ്മൾ ഈ ഫ്രണ്ട്സ് സർക്കിളിൽ ആൾക്കാരുള്ളത് കൊണ്ട് എല്ലാ പരിപാടിക്കും നമ്മള് ഇൻവൈറ്റ് ചെയ്യും. നമ്മള് ഫ്രീ ആയിട്ട് വളരെ കുറവാണ്. അവിടെ ഇതിനുള്ള സമയമില്ല. ഇപ്പൊ രാവിലെ ഇറങ്ങിയിട്ട് വൈകുന്നേരം വീട്ടിലെത്തുന്നതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വൈകുന്നേരം ആരും വീട്ടിലെത്തുന്നില്ല, രാത്രിയാണ് അവിടെ എല്ലാവരും വീട്ടിലെത്തുന്നത്. ഇപ്പൊ ഷൈജുവിന്റെ കാര്യം അങ്ങനെ തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അതെ ഒരു ശനിയാഴ്ച കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സജേഷേ, നീ ഇപ്പൊ പറഞ്ഞ കാര്യം ഒന്ന് അറബി പറയുമോ? അപ്പൊ എനിക്ക് അത് നേരെ അതുപോലെ തന്നെ മുതലാളിക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമല്ലോ, പുള്ളിക്ക് കേൾക്കട്ടെ കാര്യങ്ങളൊക്കെ. ഞാൻ രാത്രി ചോദിച്ചിട്ട് നമ്മളുടെ അവിടെ അങ്ങനത്തെ അസോസിയേഷനിൽ നമ്മൾ ഒട്ടും എൻഗേജ്ഡ് അല്ല. നമുക്ക് ഓർമ്മ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് നമ്മൾ പോകുന്നുണ്ട്. അല്ലാണ്ട് അങ്ങനെ വലിയതായിട്ട് നമുക്ക് അങ്ങനെ ഇല്ല, പോകുന്നില്ല. നിങ്ങളെന്താണ് നമ്മളെപ്പോഴും കാണാറ്? ബാലവേദി ഉണ്ട് പിള്ളേർക്ക്, അത് പിന്നെ പിള്ളേർക്ക് ഒരു രസമാണ് പോകുന്നതും മീറ്റിംഗ് ഒക്കെ കൂടുന്നതും. ഇവിടെ അങ്ങനത്തെ ഇതാ ഇപ്പം ആധ്യാത്മിക സമിതി അങ്ങനെ ഉണ്ട്. ഞങ്ങൾ അതിൽ ആക്റ്റീവ് അല്ല, എന്നാലും പ്രോഗ്രാംസിന് നമ്മൾ പോകുന്നുണ്ട്. പൊതുവെ നമ്മള് ഫ്രണ്ട്സിന്റെ കൂട്ടായ്മ എല്ലാ ആഴ്ചയിലും. ഇനി നമ്മള് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാ, ഇവരും കൂടെ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. കാരണം ഇവർക്കാണല്ലോ ഇവിടെ അറിയാവുന്നത്, അതുകൊണ്ട് ഇവരുടെ കൂടെ ഞങ്ങളും പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു. അപ്പൊ ഇനി ഉള്ള കാഴ്ചകൾ പുറത്തുനിന്ന്. അതെ, ബൈ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇത് മസ്കറ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് എങ്ങനെയാന്നൊക്കെയുള്ള വീഡിയോ ആണ് അടുത്തത് വരാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും കാണണേ.